शुभ नामे जागे तब शुभ आशीष मांगे गावे तब जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നാം 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ. വിവിധ ഭാഷകളും ആചാരങ്ങളും വിശ്വാസങ്ങളും വസ്ത്രധാരണവുമുള്ള 140 കോടി ജനങ്ങളെ ഒരേ ഒരു കൊടിയുടെ കീഴിൽ അണിനിരത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്കാർ എല്ലാവരും ബാലറ്റ് പെട്ടിയിൽ നിന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലേക്ക് നമ്മുടെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം മാറിയിരിക്കുന്നു. വോട്ടിംഗ് യന്ത്രത്തിന്റെ സഹായത്തോടെ ജനവിശ്വാസമുള്ള സർക്കാരുകളാണ് കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ഭരണ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയ സ്വതന്ത്രവും സുതാര്യവുമായിരിക്കണം. സ്വതന്ത്രമായ കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളാണ് ജനവിശ്വാസം നിലനിർത്തിക്കൊണ്ട് പാർലമെന്റ് അസംബ്ലി തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത്. ഇലക്ഷൻ കമ്മീഷനുകളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് സഹായിക്കുക എന്നത് മാത്രമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്വം. തിരഞ്ഞെടുപ്പ് പ്രക്രിയ സുതാര്യമായിരിക്കണം. ഈ സുതാര്യത നഷ്ടപ്പെട്ടാൽ ജനാധിപത്യത്തോടെ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാകും. സിദ്ധാർത്ഥ ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിന് നൽകേണ്ട വില. അന്തർദേശീയ വെല്ലുവിളികളെ രാജ്യം നേരിടുന്ന സന്ദർഭം കൂടിയാണിത്. ഭീകരപ്രവർത്തനങ്ങൾ തുടരുകയാണ്. നമ്മുടെ ചില അയൽ രാജ്യങ്ങൾ ഭീകരപ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് നാം കാണാതിരിക്കുന്നത്. 78 വർഷം കൊണ്ട് നാം സാമ്പത്തിക, ശാസ്ത്രീയ, വിദ്യാഭ്യാസ, സാമൂഹ്യ രംഗങ്ങളിൽ വലിയ വളർച്ച നേടിയിട്ടുണ്ട്. നമ്മുടെ ഈ വളർച്ചയെ അസൂയയോടുകൂടി നോക്കിക്കാണുന്ന ചില വൻകിട രാജ്യങ്ങളുണ്ട്. സാമ്പത്തിക സമ്മർദ്ദങ്ങളിലൂടെ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് തടയിടാൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ റഷ്യയെപ്പോലുള്ള ചിരകാല സുഹൃത്തുക്കൾ എന്നും നമ്മളോടൊപ്പമാണ് നിൽക്കുന്നത്. അതിർത്തിക്ക് പുറത്തു നിന്നുള്ള ഏത് വെല്ലുവിളിയെയും നേരിടാനുള്ള കരുത്തും ശക്തിയും നമ്മുടെ സൈന്യത്തിനുണ്ട് എന്നത് അഭിമാനകരമാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യത്തിന് വലിയ പ്രസക്തി ഇപ്പോഴുമുണ്ട്. 78 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ അന്നത്തെ 40 കോടി ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും വസ്ത്രവും മരുന്നും ഒക്കെ ഇറക്കുമതി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്നു എന്നത് വലിയ അഭിമാനകരമാണ്. മറ്റു രാജ്യങ്ങളും മുട്ട, പാല്, മാംസം എന്നിവ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി നാം മുന്നേറിയിരിക്കുന്നു. സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ കപ്പലിൽ നിന്നും അടുക്കളയിലേക്ക് മുദ്രാവാക്യമാണ് ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് മാറ്റം വന്നിരിക്കുന്നു. 1975 ബഹിരാകാശത്തേക്ക് ആര്യഭട്ട എന്ന ഉപഗ്രഹം തൊടുത്തുവിട്ടുകൊണ്ട് ഇന്ത്യ ബഹിരാകാശത്തും വലിയ ശക്തിയായി വളർന്നു. ഇന്ന് സ്പേസ് സ്റ്റേഷനുകൾ വരെ നിർമ്മിക്കാൻ നാം തയ്യാറെടുക്കുകയാണ്. ശക്തമായ കേന്ദ്രവും ശക്തമായ സംസ്ഥാനങ്ങളും രാജ്യത്തിൻ്റെ ഫെഡറൽ ഘടനയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള സർക്കാരുകളാണ്
ഇപ്പോൾ ഭരിക്കുന്നു. അതുകൊണ്ട് തന്നെ പരസ്പര വിശ്വാസവും സഹായവും ആവശ്യമാണ്. സ്വതന്ത്രമായ ജുഡീഷ്യറിയും മാധ്യമങ്ങളും ആരോഗ്യകരമായ ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും അത്യന്താപേക്ഷിതമാണ്. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന നൽകുന്ന സംരക്ഷണം യാതൊരു കാരണവശാലും ചോദ്യം ചെയ്യപ്പെടരുത്. ഏതൊരു പൗരനും തൻ്റെ ഭാഷ, മതവിശ്വാസം, സ്വാതന്ത്ര്യം നിലനിർത്താൻ അവകാശമുണ്ട്. 79ാം സ്വാതന്ത്ര്യ ദിനത്തിൽ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും യാതൊരു കോട്ടവും സംഭവിക്കാതിരിക്കാൻ നമുക്ക് ദൃഢനിശ്ചയം ചെയ്യാം. വന്ദേ